ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ബില്ലും പുതിയ രൂപത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. നേരത്തെ പാർലമെന്റിൽ ആവശ്യമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ തടസ്സപ്പെട്ട ഈ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ ബി.ജെ.പി. സഖ്യം കരുനീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ വലിയൊരു പരിവർത്തനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ബില്ലും സംയോജിപ്പിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. രാജ്യത്തെ ലോക്സഭയിലെയും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെയും ആകെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ബില്ലുകളുടെ പ്രധാന ലക്ഷ്യമെങ്കിലും അതിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിപുലമായ രാഷ്ട്രീയ പുനഃക്രമീകരണമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. നിലവിൽ 1971 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നത്. എന്നാൽ ജനസംഖ്യ വർധനവിനനുസരിച്ച് ഈ ഘടനയിൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2011 സെൻസസ് വിവരങ്ങൾ ഉപയോഗിച്ച് മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനും അതുവഴി ജനസംഖ്യാനുപാതികമായ കൃത്യമായ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉറപ്പാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി ലോക്സഭയിലെ നിലവിലെ അംഗബലമായ 550 സീറ്റുകളെ വർദ്ധിപ്പിച്ച് 850 ഉയർത്തണമെന്ന സുപ്രധാന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ വനിതാ സംവരണ ബില്ലിനെ ഈ പുനർനിർണയ പ്രക്രിയയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിലൂടെ മണ്ഡലങ്ങളുടെ പുനർനിർണയം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് 33% പ്രാതിനിധ്യം എന്നത് കേവലം ഒരു വാഗ്ദാനമായി മാറാതെ ഭരണഘടനാപരമായ യാഥാർത്ഥ്യമായി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സമഗ്രമായ മാറ്റങ്ങളിലൂടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കൂടുതൽ തുല്യവും പ്രാതിനിധ്യ സ്വഭാവമുള്ളതുമായ ഒരു ജനാധിപത്യ സംവിധാനം സൃഷ്ടിക്കാനാണ് സർക്കാർ ഉന്നം വെക്കുന്നത്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കളത്തിൽ അരങ്ങേറുന്ന നാടകീയമായ സംഭവ വികാസങ്ങൾ ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനുള്ള അസുലഭമായ അവസരമാണ് ഒരുക്കി നൽകിയിരിക്കുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 20 ലോക്സഭാംഗങ്ങൾ NDA സഖ്യത്തെ പിന്തുണയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് വരാനിരിക്കുന്ന നിർണായക ബില്ലുകൾ പാസാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടലുകളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ നടപടികൾ നേരിടേണ്ടി വരുമെന്നതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ തന്നെ തുടർന്നുകൊണ്ട് ഒരു പ്രത്യേക ബ്ലോക്കായി പ്രവർത്തിച്ച് NDA സർക്കാരിനെ പിന്തുണയ്ക്കാനാണ് ഈ വിമത MP-മാരുടെ തീരുമാനം. ഇത്തരമൊരു തന്ത്രപരമായ നീക്കം വഴി നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി തങ്ങളുടെ സംഖ്യാബലം വർദ്ധിപ്പിക്കാനും പാർലമെന്റിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ബില്ലുകൾ പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കാനും ബി.ജെ.പിക്ക് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ നീക്കം തൃണമൂൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ ഐക്യത്തിന് കനത്ത തിരിച്ചടിയാവുകയും NDAയുടെ നില ഭദ്രമാക്കുകയും ചെയ്യുന്ന ഒരു നിർണായക രാഷ്ട്രീയ അട്ടിമറിയായി മാറുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രഖ്യാപിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസുമായുള്ള അകൽച്ചയാണ് DMKയെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്. BJP-യുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മറുഭാഗത്ത് സ്റ്റാലിൻ സ്വന്തം നിലയ്ക്ക് ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി, RJD തുടങ്ങിയ പാർട്ടികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് സൂചന. എങ്കിലും DMK NDAയുമായി സഹകരിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. വടക്കേ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും BJPക്ക് സ്വാധീനമുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇത്തരം നീക്കങ്ങൾ BJPയെ സഹായിച്ചേക്കാം. ഈ ബില്ലിനെതിരെ വൻ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതിനാൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള പുതിയ സീറ്റ് വിഭജനം തങ്ങൾക്ക് ദോഷകരമാകുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് പല പ്രതിപക്ഷ നേതാക്കളും വാദിക്കുന്നു. മണ്ഡല പുനർനിർണയം വടക്കേ ഇന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ദക്ഷിണേന്ത്യയുടെ ശബ്ദം കുറയ്ക്കാനുമുള്ള BJPയുടെ തന്ത്രമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2026 ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് ഉറപ്പാണ്. മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും നടപ്പിലായാൽ അത് രാജ്യത്തെ വോട്ടർമാർക്കും നിയമനിർമ്മാതാക്കൾക്കും വലിയൊരു മാറ്റമായിരിക്കും. BJPയുടെ ഈ പുതിയ നീക്കങ്ങൾ വിജയിക്കുമോ അതോ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് വീണ്ടും വഴിമുട്ടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.